സർ, വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഉക്രൈനിൽ ഉക്രൈൻ അതിർത്തിയിൽ വെച്ച് ഒരു മലയാളി വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തൃശ്ശൂരിലുള്ള ഒരു TP ബിനിൽ ആണ് വെടിയേറ്റ് മരിച്ചത്. ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന, അതായത് ജെയിൻ എന്ന് പറയുന്ന യുവാവാണ് ഈ വിവരം വീട്ടിൽ അറിയിച്ചത്. ഈ ജെയിനിൻ്റെ സഹോദരി ഭർത്താവാണ് ഈ TP ബിനിൽ. അതിൻ്റെ സങ്കടകരമായ വശം എന്താണെന്ന് വെച്ചാൽ, ഇവർ അവിടെ ക്യാൻറ്റീൻ ജോലിക്ക് പോയവരാണ്. പക്ഷേ അവരെത്തപ്പെട്ടത് റഷ്യൻ കൂലിപ്പട്ടാളത്തിലാണ്. ഇതെങ്ങനെ സംഭവിച്ചു സാർ? എന്താണ് ഇതിന് കാരണം? മനുഷ്യക്കടത്ത് വഴി മനുഷ്യക്കടത്തുന്ന അനധികൃത ഇല്ലീഗൽ ഭരണഘടനാ വിരുദ്ധമായ മാർഗത്തിലൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു തൊഴിൽ തേടി ഉപജീവനത്തിന് പോകാൻ നിർബന്ധിതരാകുന്ന ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ് ഇന്ന് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ഉക്രൈൻ സൈന്യത്തിന് വെടിയേറ്റ് മരിച്ച ഈ ചെറുപ്പക്കാരൻ. ഈ വാർത്തയ്ക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പേരെന്താ പറഞ്ഞു? TP ബിനിൽ മരിക്കുന്നതിന് മുമ്പ് റഷ്യൻ കൂലിപ്പട്ടാളത്തിലുണ്ടായിരുന്ന നായരങ്ങാടി സ്വദേശിയായ ഒരു ബിപിൻ ചന്ദ്രൻ, അദ്ദേഹവും ഇങ്ങനെ സന്ദീപ് ചന്ദ്രനും ഇങ്ങനെ ആദ്യത്തേതല്ല, ഒരു സന്ദീപ് ചന്ദ്രനും നേരത്തെ ഉക്രൈൻ സൈന്യത്തിൻ്റെ വെടിയേറ്റ് ഈ റഷ്യൻ കൂലിപ്പട്ടാളത്തിൻ്റെ ഭാഗമായി യുദ്ധം ചെയ്ത് ചരമമടഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ വന്നിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഈ ചെറുപ്പക്കാർ തൊഴിൽ തേടി അനധികൃതമായ മാർഗങ്ങളിലൂടെ പോകാൻ നിർബന്ധിതരായി ഇവരിങ്ങനെയുള്ള മേഖലകളിൽ ചെന്നുപെടുന്നു. മറ്റൊരു മേഖല ഞാൻ പറഞ്ഞു കേൾക്കുന്നത്, അമേരിക്കൻ ലോജിസ്റ്റിക്സ് സംവിധാനത്തിലേക്ക് ധാരാളം പേര് പോകുന്നതാണ്. ലോജിസ്റ്റിക്സ് എന്ന അമേരിക്കൻ സൈന്യത്തിന്റെ ലോജിസ്റ്റിക്സ് വിഭാഗത്തിലേക്ക് പോകുന്നതാണ്. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ എന്നൊക്കെ പറയുന്ന വലിയ മാനേജ്മെന്റ് സങ്കല്പമൊക്കെയാണ്. അതാണ് ഗോഡൌണ്, പ്രോഡക്റ്റ് മെറ്റീരിയൽസ് മൂവ്മെന്റ് ഒക്കെയാണ്. പലപ്പോഴും അത് ചുമട്ട് തൊഴിലാളികളായിട്ടാണ് ഇവർ പോകുന്നത്. ഈ ലോജിസ്റ്റിക്സിനകത്തിൽ ഒരു ഹ്യൂമൻ ജോലിയുണ്ട്, മാനുവൽ ജോബുണ്ട്. ഇവിടുന്ന് പോകുന്ന പലരും ആ ചുമട്ട് തൊഴിലാളികളായിട്ടാണ് പോകുന്നത്. ലോജിസ്റ്റിക്സിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞാലും അതവിടെ നിൽക്കട്ടെ. ഈ റഷ്യൻ സൈന്യത്തിന്റെ മുൻനിരയിൽ നിർത്താൻ, ചാവേറുകളായി നിർത്താൻ ഒരു വേണമെങ്കിൽ അനധികൃതമെന്ന് തന്നെ പറയാം, അങ്ങനൊരു സൈന്യത്തിനെ അവർ നിലനിർത്തുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് റഷ്യക്കാരെ അവർ സാധാരണ റിക്രൂട്ട് ചെയ്യാറില്ല. ഇങ്ങനെ അനധികൃതമായി അവിടെ എത്തിപ്പെടുന്ന ഏജൻസികൾ വഴി എത്തിപ്പെടുന്ന ആളുകളെയാണ് മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെയാണ് പെടുന്നത്. ഇവരവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണും ഇവർ കസ്റ്റഡിയിൽ വാങ്ങും. പാസ്പോർട്ടും മൊബൈൽ ഫോണും ഒരു വിദേശ രാജ്യത്തെ നഷ്ടപ്പെട്ടാലത്തെ അവസ്ഥ ആലോചിക്കാമല്ലോ. പിന്നീട് അവർക്ക് വളരെ ചുരുങ്ങിയ കാലത്തെ സൈനിക പരിശീലനം നൽകും. അതിനുശേഷം ഇവരെ യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്ക് അയക്കുകയാണ്. മരണം ഉറപ്പാണ്, ഏത് സമയത്തും മരണം ഉറപ്പാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, ഇവിടുത്തെ ഭരണ നേതൃത്വം, ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾ, സാമുദായിക നേതൃത്വം ഒക്കെ ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. സാർ, ഇത് വളരെ ദാരുണമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളികളാണ് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ആൾക്കാർ പോയി മരണപ്പെടുന്നതായിട്ടോ കൊല്ലപ്പെടുന്നതായിട്ടോ നമുക്ക് വിവരങ്ങളൊന്നും അങ്ങനെ ലഭിക്കുന്നില്ല. പക്ഷെ അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. യമനിൽ നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ മരണവും കാത്ത് ആ ഭരണകൂടത്തിലെ തന്നെ അനധികൃതമായ ഏതൊരു മത തീവ്രവാദ കോടതിയിൽ നിന്നാണ് അവരെ ശിക്ഷിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ യമനുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടത്തി. അപ്പോഴാണ് അറിയുന്നത് അവരെ ശിക്ഷിച്ചിരിക്കുന്നത് യമനിലെ ഔദ്യോഗിക ഭരണകൂടമല്ല, അവിടെയുള്ള ഏതോ ഒരു മത തീവ്രവാദ കോടതിയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ധാരാളം ഗോത്രവർഗ കോടതികളും മറ്റും നിലനിൽക്കുന്നു. എന്നിട്ട് പാകിസ്ഥാനിൽ ഗോത്രവർഗ ഭരണകൂടങ്ങളുണ്ടല്ലോ, യമനിലുമൊക്കെ അത്തരം ഗോത്രവർഗ ഭരണകൂടങ്ങളും കോടതികളും ഉണ്ട്. അതിലേതോ മത കോടതിയാണ് നിമിഷപ്രിയ. എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ? അതാണ് ചോദ്യം. ഈ യമൻ എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ ഭീതി ഉണർത്തുന്ന ഒരു, ആരൊക്കെ അതിൽ പ്രതിഷേധിച്ചാലോ സത്യമാണ്. യമൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ, ടർക്കി, യമൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത്ര നല്ല പേരുകളല്ല. സ്വസ്ഥമായി ഇപ്പൊ നമ്മള് സൗദിയിലോ UAE-യിലോ ഗൾഫില് ഏതെങ്കിലും ഒരു നാട്ടിൽ ജോലിക്ക് പോകുന്നത് പോലെ അല്ല. ആ സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ, പെൺകുട്ടികൾ തൊഴിൽ തേടി പോകുന്ന സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഇതിന്റെ സാമൂഹികമായ കാരണങ്ങളെ, രാഷ്ട്രീയമായ കാരണങ്ങളെ, സാമ്പത്തികമായ കാരണങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഇതിൻ്റെ സാമൂഹികമായ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ തൊഴിലിൻ്റെ മാന്യത എന്ന് പറയുന്നതിന് അനർഹമായ പ്രാധാന്യമാണ് നൽകുന്നത്. നമ്മൾ ഈ കേരളം വിട്ട് വിദേശത്ത് പോയി എന്ത് ജോലി ചെയ്താലും അതിന്
നമ്മുടെ നാട്ടിൽ മാന്യത ലഭിക്കും. ഉവ്വ്. എന്നാൽ കേരളത്തിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ഉവ്വ്. ഈ തൊഴിലവസരങ്ങൾ തേടി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം പേര് അറിയാമല്ലോ. ഉവ്വ്. ഈ കേരളം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ അവരുടെ ഗൾഫാണെന്ന് അറിയപ്പെടുന്നത്. ഇവിടെ വന്ന് സമ്പാദിച്ച് നാട്ടിൽ കൃഷിഭൂമി വാങ്ങി ഇവിടെ തന്നെ വന്ന് കൃഷിഭൂമി വാങ്ങി വലിയ വീടുകൾ വെച്ച് ജീവിക്കുന്ന ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മൾ മാധ്യമങ്ങളിൽ കാണാറുണ്ട്. പക്ഷെ ഇവിടെ തൊഴിലിന് മാന്യത വേണ്ടതിലധികം നൽകുന്നതിനാൽ അങ്ങനൊരു മിഥ്യാധാരണയുള്ള കാരണം എന്ത് തൊഴിലും വിദേശത്ത് പോയി ചെയ്യാൻ വേണ്ടി അങ്ങ് പറഞ്ഞതിനോട് ഞാൻ ഒരല്പം വിയോജിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞതിൻ്റെ സാങ്കത്യം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. പക്ഷേ ഒരു കണക്ക് ഞാൻ പറയാം. കേരളത്തിലെ അൺഎംപ്ലോയ്മെൻറ്റ് ചെറുപ്പക്കാരുടെ ഇടയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചാണ്. അതായത് പീരിയോഡിക് ലേബർ ഫോഴ്സ് അവർ നടത്തിയ ഒരു സർവേ 2023-24 നടത്തിയ സർവേയിൽ ഈ 15 തൊട്ട് 29 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലാണ് ആ സർവേ നടത്തിയത്. അതിൽ പറയുന്നത് 29.9% തൊഴിലില്ലായ്മ. അതായത് ഏതാണ്ട് 30%. ഇതൊരു ചെറിയ കണക്കല്ല. അപ്പോൾ നമ്മളീ പറയുന്ന അങ്ങ് പറഞ്ഞു ബംഗാളികൾ ഇവിടെ വരുന്നു, അവർക്ക് തൊഴിൽ കിട്ടുന്നു, ഒക്കെ ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ഈ കണക്ക് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇതിന് ആരാണ് ഉത്തരവാദികൾ? ഇത് ഇവിടുത്തെ ഭരണകൂടം ഇതിന് സമാധാനം പറയേണ്ടതല്ലേ? നമ്മുടെ കേരളത്തിലെ മധ്യവർഗ ആളുകളുടെ സാധാരണക്കാരുടെ തൊഴിൽ രാഹിത്യം എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയില്ല എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ ഈ തൊഴിൽ രാഹിത്യം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ് സർവേ നടത്തുമ്പോൾ അവരെന്തൊക്കെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ സർവേ ശരിയാവും തെറ്റാവാം. പക്ഷേ ഈ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ധാരണ സർക്കാർ തലത്തിൽ ഒരു ക്ലർക്കായിട്ട് ജോലി കിട്ടിയില്ല എന്നുള്ളതാണ്. ആ ഒരു സങ്കല്പത്തിൽ നിന്ന് നമ്മൾ മലയാളികൾ മാറണം. ഇവിടെയുള്ള ഈ ധാരാളം ഇവിടെ ഇപ്പോൾ IT മേഖലയിൽ സിലിക്കൺ വാലിയിൽ ജോലി ചെയ്യുന്ന IT ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് കൃഷി അനുബന്ധമായ ധാരാളം വ്യവസായങ്ങൾ നടത്തി ലോകപ്രശസ്തരായ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. കൂൺ കൃഷി സംബന്ധമായ ബയോടെക്നോളജി സംബന്ധമായ ധാരാളം ഉദ്യമങ്ങൾ നടത്തുന്നു. അങ്ങ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഞാനും ശരിവയ്ക്കുന്നു. പക്ഷെ കേരളത്തിലെ 2 ചെറുപ്പക്കാർ റഷ്യയിൽ പോയി വെടികൊണ്ട് അതിലൊരാൾ മരിച്ചു, ഒരാൾ മരിക്കാൻ കിടക്കുകയാണ്. അയാളെ ഇപ്പം മോസ്കോയിലെ ആശുപത്രിയിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു പെൺകുട്ടി അടുത്ത കാലത്ത് ഇസ്രയേലിൽ വെച്ച് വെടിയേറ്റ് മരിച്ച് പെൺകുട്ടി അത് വലിയ വിവാദമായി. അത് ഇസ്രയേലിൽ അതാണ് സാർ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ വിദേശങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു? കാരണം ഇവിടുത്തെ തൊഴിൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഇവിടെ തൊഴിലില്ല. രണ്ടാമത് ഈ വിദേശത്ത് പോയി ചെയ്യുന്ന തൊഴിലുകൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സമൂഹത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കില്ല. ഇവിടെ വൈറ്റ് കോളർ ജോബിനെ മാത്രമാണ് നമ്മൾ തൊഴിലായി കാണുന്നത്. ഒരു കാരണം അതാണ്. രണ്ടാമത്തേത് ഇവിടെ തൊഴിലവസരങ്ങളുടെ രാഹിത്യം. പിന്നെ ഇവിടുത്തെ യുവജന സംഘടനകളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ ഒരു യുവജന സംഘടന, ഇവിടുത്തെ പ്രബലമായ യുവജന സംഘടന ഇടതുപക്ഷ യുവജന സംഘടനയാണ്. അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ട് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് പൊതിച്ചോറ് വിതരണമാണ്. പൊതിച്ചോറുകൾ സംഘടിപ്പിച്ച് വിതരണം ചെയ്യുക. ഇത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മാനുഷിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യണം. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളെ അവർ കൂടി അഡ്രസ്സ് ചെയ്യണ്ടേ? ഇവിടെ പിന്നീട് ഒരിക്കൽ ഞാൻ കണ്ടാണ് അന്തർദേശീയ തലത്തിൽ ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പേര് ഞാൻ ദേശീയ മാധ്യമങ്ങളിൽ കണ്ടാണ് ആമസോൺ കാടുകൾക്ക് തീ പിടിച്ചപ്പോൾ ഇന്ത്യയിലെ ബ്രസീലിയൻ അംബാസഡറുടെ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുന്നു ഇവിടുത്തെ ഒരു ദേശീയ നേതാവ്. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഈ ചെറുപ്പക്കാരുടെ ജീവിതത്തിനെ ഇവർക്ക് എങ്ങനെ സ്പർശിക്കാൻ കഴിയുന്നു? പിന്നെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറെ അപ്പോയിന്റ് ചെയ്യുന്നതിന് ഒരുപറ്റം ചെറുപ്പക്കാർ ആ സമരവുമായിട്ട് നടക്കുന്നു. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയാം, അവർക്ക് പ്രതിഷേധിക്കാം. പക്ഷേ ഈ കാതലായ ഈ ജീവിത പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇന്നത്തെ യുവജന സംഘടനകൾ തയ്യാറാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി അവർക്ക് ഭാവിയിൽ നാട്ടിൽ എന്തെങ്കിലും സഹകരണ ബാങ്കിലോ അങ്ങനെ ഇതിന് ഭരണകൂടത്തിന് ഒന്നും പറയാനില്ലേ? കേരളം ഭരണകൂടം മറുപടി പറയണം. ഇത് രണ്ടാമത്തെ മരണമാണ്. മറ്റേ ഇന്ന് സന്ദേശം നൽകിയെന്ന് പറഞ്ഞ അദ്ദേഹവും വളരെ ഗുരുതരാവസ്ഥയിലാണ്. ബന്ധുവാണ്. അത് മനസ്സിലാക്കേണ്ടത് ഒരാളുടെ സഹോദരി ഭർത്താവാണ്. ആ ബന്ധം മനസ്സിലാക്കണം നിങ്ങൾ. അളിയനും കൂടെയാണ് ജോലിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഒരു സഹോദരിയുടെ ഭർത്താവ് മറ്റേ ആളിന്റെ സഹോദരിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരാൾ പോയിരിക്കുന്നത്. അതിനോടൊപ്പം മറ്റേ സഹോദരൻ ചേർന്നിരിക്കുകയാണ്. കണ്ടില്ലേ? 2 കുടുംബങ്ങൾ ജീവിക്കാനുള്ള വൃഥാവിലുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മലയാളി ജീവിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറായിരിക്കുകയാണ്. ഇതാണ് നമുക്ക് മരിക്കാൻ തയ്യാറല്ല, മരിക്കേണ്ട അവസ്ഥ എത്തിയിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവിടുത്തെ പൊതുപ്രവർത്തകർ, ഇവിടുത്തെ പോളിസി മേക്കേഴ്സും ഒക്കെ ഒന്നുകിൽ ചർച്ചയ്ക്കെങ്കിലും വയ്ക്കണം. ഇതെനിക്ക് തോന്നുന്നത് റഷ്യ ആയത് കാരണം ഇത് ചർച്ച ചെയ്യുന്നതിനോ മരണ വീട്ടിൽ പോകുന്നതിനോ ഒന്നും വിലക്കില്ല.
ഇത് ഇസ്രായേലിൽ വെച്ച് സംഭവിച്ചിരുന്നെങ്കിൽ ആ വീട്ടിൽ പോകാൻ പാടില്ല എന്നൊക്കെയുള്ള അലിഖിതമായ ചില നിയമങ്ങളൊക്കെ അതെ ഉണ്ടല്ലോ. അതെ അതെ. ഇസ്രായേലിൽ വെച്ച് മരിക്കുന്ന അല്ല, മലയാളികൾ എവിടെ വീട്ടിൽ വെച്ച് പോയിക്കൂടാ. മരിച്ചാലും മലയാളി ഇങ്ങനെ സ്വന്തം നാടും വീടും വിട്ട് അന്യദേശങ്ങളിലേക്ക് എന്ത് ജോലിയും ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ ജോലിക്ക് മാത്രമല്ല, ഇപ്പോൾ പഠിക്കാനും വിദേശത്തേക്ക് പോകേണ്ട അവസ്ഥയാണ്. കേരളത്തിൽ പഠനത്തിന് പോലും സൗകര്യങ്ങൾ കുറഞ്ഞു വരുന്നു. ഉന്നത വിദ്യാഭ്യാസം ആകെ തകർന്നിരിക്കുകയാണ്. സൗകര്യങ്ങൾ കുറയുന്നതല്ല, ഈ ഉള്ള വിദ്യാഭ്യാസം നിലവാരമില്ല എന്ന് ചെറുപ്പക്കാർ അതെ, തിരിച്ചറിയുന്നു. ഗുണനിലവാരമില്ലാതെ ഈ അത് വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രശ്നം കഴിഞ്ഞ ദിവസം ഈ UGCയുടെ പുതിയ റെഗുലേഷൻസ് വന്നപ്പോൾ ആ. ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നു. അത് അവര് മനഃപൂർവ്വം മുക്കിക്കളഞ്ഞു. ആ. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നടത്തിയ PhD തീസീസിനെ അടിസ്ഥാനമാക്കി എത്ര പേറ്റന്റുകൾ എടുത്തിട്ടുണ്ട്. അവർ ശാസ്ത്ര ഗവേഷണം നടത്തി PhD നേടിയവരുടെ ഈ ഗവേഷണ ഫലത്തിനെ അടിസ്ഥാനമാക്കി മനുഷ്യന് ഉപകാരപ്രദമായ എത്ര ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിർമ്മിക്കാനുള്ള നിയമപരമായ അധികാരം, എത്ര പേറ്റന്റുകൾ എടുത്തിട്ടുണ്ട്. ഈ പഠനത്തിനെ അടിസ്ഥാനമാക്കി ലോകത്തിന്റെ ശാസ്ത്രത്തിന് സംഭാവന നൽകാൻ എത്ര ടെക്സ്റ്റ് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതെല്ലാം താഴ്ത്തി വെച്ചിട്ടാണ് രാഷ്ട്രീയ വൈസ് ചാൻസലർ നിയമിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇതിപ്പോൾ ശ്രദ്ധ മാറ്റിക്കൊണ്ട് കാതലായ വിഷയങ്ങൾ ശ്രദ്ധ മാറ്റാൻ നമ്മൾ വളരെ മിടുക്കരാണ്. നമുക്ക് അങ്ങനെയാണ്, നമുക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനും അത് വളർത്താനും അറിയാം. പക്ഷേ മലയാളി ചെറുപ്പക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരിനോ നമ്മുടെ ഭരണകൂടങ്ങൾക്കോ ആകുന്നില്ല. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്, വലിയൊരു കുറവ് തന്നെയാണ്. എന്തായാലും ആ മരിച്ചുപോയ ചെറുപ്പക്കാരന് ആദരാഞ്ജലി. ഈ അവിടെ ചികിത്സയിലുള്ള ആൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയെങ്കിലും ഈ ചെറുപ്പക്കാരെ ഇത്തരത്തിൽ മരണത്തിലേക്ക് തള്ളിവിടാതെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണമെന്നാണ് നമുക്ക് ആകെ പറയാനുള്ളത്. നന്ദി.